ചാലിയാർ എന്നുള്ള ലേറ്റസ്റ്റായ വിവരം ഇന്നത്തെ തെരച്ചിൽ അവിടെ പൂർത്തിയായി. സന്നദ്ധ പ്രവർത്തകരുടെ സംഘം മടങ്ങിപ്പോയെന്ന് നിഖിൽ പ്രമേഷ് ചാലിയാറിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. പറയൂ നിഖിൽ പ്രമേഷ്. പരിശോധനകൾ പൂർത്തിയാക്കി സംഘങ്ങൾ ഓരോരുത്തരായി മടങ്ങി തുടങ്ങി. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. എൻ്റെ പുറകിലായിക്കൊണ്ട് ഓരോ സംഘങ്ങളും നടന്നും വടം പിടിച്ചുമൊക്കെ ഇപ്പോൾ ഈ കരയിലേക്ക് കയറുകയാണ്. അവരോട് കർശന നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. 5 മണി വരെ മാത്രമേ തിരച്ചിൽ നടത്താവൂ എന്നുള്ള നിർദ്ദേശം, അതായത് 5 മണിക്ക് മുൻപ് ഈ കരയിലേക്ക് മടങ്ങി എത്തണമെന്നുള്ള കർശന നിർദ്ദേശങ്ങൾ അവർക്ക് നൽകിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ആ സംഘങ്ങൾ ഇപ്പോൾ തിരികെ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വടത്തിൽ പിടിച്ചും അല്ലാതെ അപ്പുറത്ത് ഈ ചങ്ങാടത്തിൽ കയറിയും ഒക്കെ അവർ വരുന്നുണ്ട്. നല്ല ഒഴുക്കുണ്ട് സ്കെയിൻ. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് ഒഴുക്ക് നന്നായി കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ കാണാൻ കഴിയുന്നത്. അതേ തുടർന്നാണ് ഈ ചങ്ങാടം അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. ഇന്നത്തെ കൂട്ടത്തിരച്ചിലിൽ വലിയ പ്രതീക്ഷയായിരുന്നു എല്ലാവരും വച്ചു പുലർത്തിയിരുന്നത്. അതായത് ഒരുപാട് കാണാതായവരെ ഇന്ന് കണ്ടെത്താൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാര്യമായി ആളുകളെ ഇന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ രാവിലെ 7 മണി മുതൽ ഇതുവരെയും ഈ വനത്തിൽ തെരച്ചിൽ നടത്തിയ സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹം യൂത്ത് കെയർ പ്രവർത്തകനാണ്. നിങ്ങൾക്ക് എന്താണ് അവിടെ കാണാൻ കഴിഞ്ഞത്? ഇവിടെ കാണാൻ കഴിഞ്ഞ അവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലടിക്കുന്നുണ്ട്. അത് ബോഡിയുടെ സ്മെല്ലുണ്ട്. ഇവിടെ ഏകദേശം മൺകൂനകളാണ് ഇപ്പോൾ. കാരണം വെള്ളമെല്ലാം ഇറങ്ങിക്കഴിഞ്ഞ് ഏകദേശം 2 സൈഡിലുള്ള ബോഡികളും കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ബോഡി പാർട്സുകളാണ്. അത് തലയാണെങ്കിലും കൈയാണെങ്കിലും കാലാണെങ്കിലും ഒന്നും നമുക്ക് മനസ്സിലാകാത്ത വിധം. പക്ഷേ ഇപ്പോൾ ഈ 5, 6, 7-ാമത്തെ ദിവസമാണ്, ഒരാഴ്ചയോളമായി. ഇപ്പോൾ കിട്ടുന്ന പഴകിയ ഏകദേശം എല്ല് പോലെയാണ് കാണുന്നത്. മാംസം ശരിക്കും കാണാൻ പറ്റുന്നില്ല, ഇങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ. പക്ഷേ ഇവിടെ ഇപ്പോൾ കിട്ടിയ ബോഡിയുടെ അതിനപ്പുറം ബോഡി ഇനിയും ഈ സ്ഥലങ്ങളിൽ ഈ ചാലിയാറിൻ്റെ തീരത്ത് തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരുപാട് മൺതിട്ടകൾ ഇവിടെ കൂടിയിട്ടുണ്ട് ഈ ഒരൊറ്റ ദുരന്തം കാരണം. അതുപോലെ തന്നെ ഒരുപാട് മരങ്ങൾ വന്ന് അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ശാസ്ത്രീയമായിട്ട് മിഷനറി ഉപയോഗിച്ച് ഇതൊക്കെ നീക്കം ചെയ്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് ബോഡികൾ ഇനിയും ഇവിടുന്ന് ലഭിക്കും. അവിടെ പോയ പ്രവർത്തകരൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റിയില്ല എന്നുള്ളതാണ്. അതിനുള്ള ഒരു മാനസികാവസ്ഥയും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. താങ്കളുടെ ഒരു സാഹചര്യം എന്തായിരുന്നു? കാരണം നമ്മുടെ ഒരു ശരീരം വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെയുള്ള വ്യക്തികളാണ് നമുക്ക് നമ്മുടെ സഹപ്രവർത്തകരായി ആൾക്കാർ പോയത്. മരിച്ചുപോയ ആൾക്കാരുടെ ഒരു ബോഡി കാണുകയാണെങ്കിൽ നമുക്ക് എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? ഒരു ഫുൾ ബോഡി കണ്ട് അവരുടെ മുഖം കണ്ട് ഒന്ന് അവർക്കൊരു ആദരാഞ്ജലികൾ അർപ്പിച്ച് അവരെ യാത്ര അയക്കുന്നതാണ്. പക്ഷേ ഇന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അവരുടെ മുഖം എന്താണ്, ആരാണ്. ഒരുപാട് വയനാട്ടിലെ സുഹൃത്തുക്കൾ നമുക്ക് അയച്ചു തരുന്നുണ്ട്. അവരുടെ സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരാണ്, അവരുടെ മക്കളാണ്. അത് തന്നെയാണ്. അതായത് എല്ലാവരുടെയും ആഗ്രഹം ഞങ്ങളുടെ ബന്ധുക്കളാണ് എന്ന് അറിയുമ്പോൾ, അത് മൃതദേഹമാണ് എന്ന് അറിയുമ്പോൾ ഉള്ള അവരുടെ വേദന, അതോടൊപ്പം തന്നെ ജീവനോടെ കിട്ടുമോ എന്നുള്ള പ്രതീക്ഷ, അതൊക്കെയാണ് അസ്തമിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ ഈ ചാലിയാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ റിപ്പോർട്ടിങ്ങിന് എത്തിയ സമീർ കൂടി നമ്മളോടൊപ്പം ചേരും. സമീർ വിവിധ ഇടങ്ങളിൽ തിരച്ചിലിന് വേണ്ടി എത്തിയിരുന്നതാണ്. ആ സമയങ്ങളിൽ അവിടങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്താൻ വേണ്ടി സമീർ ആ ഭാഗങ്ങളിൽ പരിശോധനാ സംഘത്തിനൊപ്പം സമീർ ഉണ്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ എത്തിയപ്പോൾ സമീറിന് കാണാൻ കഴിഞ്ഞത് എന്താണെന്ന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ദിവസമാണ്. തീർച്ചയായിട്ടും ഇന്ന് പ്രധാനമായും ഈ വനത്തിൽ തിരച്ചിലിനൊപ്പം തന്നെ നടന്നിരിക്കുന്നത് ചാലിയാറിൻ്റെ താഴ്ഭാഗങ്ങളിലേക്ക് കൂടി നടന്നിരിക്കുന്നത്. ഒന്ന് പ്രധാനമായും പൂക്കോട്ടുമണ്ണ റെഗുലേറ്ററി കംപ്ലീറ്റ് ബ്രിഡ്ജിന് സമീപത്ത് വലിയൊരു തിരച്ചിൽ നടന്നു എന്നുള്ളതാണ്. പനങ്കയം ഭാഗത്തും വലിയൊരു തിരച്ചിൽ നടന്നു. ഇതിൽ പൂക്കോട്ടുമണ്ണ റെഗുലേറ്ററി കംപ്ലീറ്റ് ബ്രിഡ്ജിന് സമീപത്ത് നിന്നാണ് ഒരു ശരീരം ഇപ്പോൾ ഇന്ന് രാവിലെ കണ്ടെത്തിയത്. ഒരു പുരുഷന്റെ പാതി മാത്രമുള്ള ഒരു ജീർണിച്ച ഒരു ശരീരമായിരുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ തോന്നുമെന്നുള്ളതാണ്. അതിന് പിന്നാലെ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ തെരച്ചിൽ നടത്തിയെങ്കിലും പിന്നീട് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും ഇന്ന് ഇവർ പരിശോധിച്ചത് ഈ പുഴയിൽ വെള്ളം ഇറങ്ങിയതിന് ശേഷം രൂപപ്പെട്ട മണൽത്തിട്ടകൾ കേന്ദ്രീകരിച്ചായിരുന്നു. പക്ഷേ ഒരു വിപുലമായ തിരച്ചിൽ നടന്നെങ്കിൽ പോലും അതിനനുസരിച്ചുള്ള ഒരു ശരീരങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ ഇനി ശരീരങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ മറ്റൊന്നാണ് കാരണം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല. എന്തെങ്കിലും പോലും അല്പസമയം പരിശോധന നടത്തിയ പ്രവർത്തകർ പറയുന്നത് സ്കെയിൻ ഇനിയും ഒരുപാട് പേരെ കണ്ടെത്താനുണ്ട് എന്നുള്ളത്. നമുക്കൊരു പക്ഷേ ഇപ്പോൾ ഈ ചാലിയാറിൽ പരിശോധന നടത്തുന്ന സംഘം മടങ്ങി എത്തുന്നതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ ഒരു പക്ഷേ നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. തൃശ്ശൂർ ബാഗ് വഴി നമുക്കത് ലഭ്യമാകുന്നുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ കുത്തൊഴുക്കാണുള്ളത്. വലിയ കുത്തൊഴുക്കിനെ അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന് ഈ 1000-ഓളം പ്രവർത്തകർ, അല്ലെ സമീർ? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 1000-ഓളം പേരാണ് ഇന്ന് മാസ് കൂട്ടത്തെരച്ചിലാണ് നടന്നത്. പക്ഷെ അതിലും കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു ചങ്ങാടം, നേരത്തെ സമീർ ഇവിടെ ഉണ്ടായിരുന്നില്ല, ആ സമയത്ത് ഒരു ചങ്ങാടം ഇതിലെ ഒഴുകി പോകുന്നുണ്ടായിരുന്നു. അതായത് അവർക്ക് അവിടെ ഈ വടം പിടിക്കാൻ പറ്റാതെ അവർ ഒഴുകിപ്പോയി. ഇന്നലെയൊക്കെ അത്തരത്തിലുള്ള കാഴ്ചകൾ ഉണ്ടായിരുന്നല്ലേ? അത് കഴിഞ്ഞ ഈ അപകടം നടന്ന മുതൽ ഇന്ന് വരെ ഈ ചങ്ങാടം വഴി മാത്രമാണ് ഈ ശരീരങ്ങളെല്ലാം തന്നെ ഇപ്പുറത്തേക്ക് എത്തിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അതിൽ പല സമയങ്ങളിലും ഈ അപ്രതീക്ഷിതമായി പുഴയിലെ വെള്ളത്തിന് ഒഴുക്ക് കൂടുന്ന
പോകുന്ന സമയത്ത് ചങ്ങാടം ഒഴുക്കിൽപ്പെടും. പിന്നീട് ഈ ചങ്ങാടത്തിൽ ഉണ്ടായിരുന്നവർ ഈ കയറുമായി നേരെ വെള്ളത്തിലേക്ക് ചാടുന്നു. എതിർ കരയുള്ളവർ 4ഓളം പേർക്ക് ഈ കയർ എറിഞ്ഞു നൽകുന്നു. അങ്ങനെ അവർ ആ ചങ്ങാടം പിടിച്ചു വലിച്ച് ഏതാണ്ട് താഴ്ഭാഗത്തേക്ക് എത്തുന്ന സമയത്താണ് പലപ്പോഴും ഈ ചങ്ങാടം പിന്നീട് രക്ഷപ്പെടുത്താൻ കഴിയുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ എസ്കേൻ നമുക്ക് ദൃശ്യങ്ങളിൽ ആ ചങ്ങാടത്തിന്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും, സ്ക്രീനിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ രക്ഷാപ്രവർത്തനം നടത്തി മടങ്ങി വരുന്ന സംഘങ്ങളാണ്, അവരുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രമേൽ കലുഷിതമാണ് ഈ ചാലിയാർ പുഴ. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അത്രമേൽ കലുഷിതമാണ്. നന്നായി ഇങ്ങനെ നല്ല ഒഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കും തന്നെ പരിശോധനകൾ നിഖിൽ പ്രമേഷാണ് അവസാനിപ്പിക്കണം. വിവരങ്ങൾ നൽകിയത്.